ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ട് സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ മോളി. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടത് പച്ചമുളക് 3 എണ്ണം, അത് ഒരു 2ആയി കീറിയത്. അത് കഴിഞ്ഞ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, സവോള ഒരു 1.5 സവോള എടുത്തിട്ടുണ്ട്, അത് മുറിച്ചിട്ട്. അത് കഴിഞ്ഞ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഇത്രയും വേണം. പിന്നെ കറിവേപ്പില, ഒരു 3 തണ്ടോളം കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ, പകുതിയോളം ചെറുനാരങ്ങ. പിന്നെ ചിക്കൻ, 1/2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് ഒരു തേങ്ങയുടെ ഇത് 1-ാം പാലും 2-ാം പാലും. ആദ്യം കണ്ടത് അതിൻ്റെ 1-ാം പാല്, പിന്നെ ഇത് 2-ാം പാലാണ്. ഇത് ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാലക്കൂട്ട്. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ കുരുമുളക്, 2 ആവശ്യത്തിന് ഉപ്പ്, അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഒരു ചെറുനാരങ്ങ മൊത്തമായിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ പകുതിയോളാണ്. ആ പകുതിയിൽ നിന്ന് തന്നെ മൊത്തം ആവശ്യമില്ല, അല്പം നമുക്ക് മാറ്റി വെക്കാം, പിന്നീട് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ മാറ്റി ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, ചെറുനാരങ്ങ നീര്, ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് ഈ മസാല ചിക്കൻ മൊത്തം ഒന്ന് പുരട്ടി എടുക്കാം. ഇതുപോലെ എല്ലായിടത്തേക്കും ആയിട്ടുണ്ട് മസാല. ഇനി ഇതൊന്ന് അരമണിക്കൂർ മാറ്റി വെക്കാം. അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചട്ടിയിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. ചൂടായി കഴിഞ്ഞ് അതിലേക്ക് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, ഒരു 2 തണ്ടോളം കറിവേപ്പില ഉണ്ടാവും, അത് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് ചിക്കൻ ഇട്ട് വറുത്തെടുക്കാം. നല്ലപോലെ എണ്ണയൊക്കെ തിളച്ച് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കാം നമുക്ക്. കണ്ടില്ലേ? ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അടച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇനി ഇതൊന്ന് കോഴിയൊന്ന് തിരിച്ചിടാം. 2 വശവും വെന്തിട്ടണമല്ലോ, ഒന്ന് തിരിച്ചിടാം. നമ്മൾ സാധാരണ കോഴി വറുക്കുന്ന കൂട്ട് തന്നെയാണ്. അതൊന്ന് തിരിച്ചിട്ട് 2 ഭാഗം ഒന്ന് വെന്ത് കിട്ടട്ടെ.
കോഴി ഫുള്ളായിട്ടങ്ങ് മുരിഞ്ഞ് കിട്ടണ്ട, ഒരു പകുതി മുക്കാലോളം വേവായാൽ മതി. കാരണം ഇനി നമുക്കിത് കറിയാക്കേണ്ടതാണ്. ഇതിപ്പോൾ നമുക്ക് കോഴി വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് വേണ്ട സംഭവങ്ങളാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. സ്റ്റൗവിലേക്ക് ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ കണ്ട് ഇത്രേ ആവശ്യമുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, അത് മൊത്തത്തിലൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ് അല്ലേ. അപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയും പാകത്തിനെടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി നന്നായി ചുമന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് രണ്ടായി കീറിയിട്ടുള്ള മൂന്നോളം പച്ചമുളക് എടുത്തിട്ടുള്ളത്. അതിലേക്ക് സവോള ഒരു ഒന്നര സവോള എടുത്തിട്ടുണ്ട്. അതും ഇട്ട് നന്നായി വഴച്ചെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സവോള അത് കളറൊന്നും മാറാൻ ബ്രൗണിഷ് ആവാനൊന്നും നിൽക്കണ്ട. അതിനൊരു എണ്ണയിൽ വഴറ്റി ഒരു പാകത്തിലെത്തുമല്ലോ, എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കാണുമല്ലോ, ആ ഒരു പാകത്തിൽ മതി. അല്ലാണ്ട് കളർ ചേഞ്ച് ആവാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പ് തൂവുന്നുണ്ട്. കാരണം ഉള്ളി ഒന്ന് വേഗം ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി. സവോളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇടുക. അതിൻ്റെ കൂടെ കുരുമുളക് പൊടി, ആവശ്യത്തിന് വേണ്ട കുരുമുളക് പൊടി ഇടുക. ഇത് രണ്ടും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കോഴി അതിലേക്കിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഉള്ളിയും കോഴിയും പച്ചമുളകൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനി ഇത് 2 മിനിറ്റത്തേക്ക് അടച്ച് തീയൊന്ന് സിമ്മിലാക്കി വയ്ക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ, 2ാം പാലാണ് ആദ്യം ഒഴിക്കേണ്ടത്. നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ 2ാം പാലാണേ, 1ാം പാലല്ല. 2ാം പാലിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി എടുക്കുക. ഇതിലേക്ക് അല്പം ഗരം മസാല അത്രേ ആവശ്യമുള്ളൂ. ചിലവർക്ക് ഗരം മസാല ഇഷ്ടമില്ലാത്തവരുണ്ടാവും. ഗരം മസാല ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഞങ്ങൾ അല്പം ഗരം മസാല ഇട്ടിട്ടുണ്ട്.
ഇനി ഇതൊന്ന് നന്നായി തിളച്ചൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ഉപ്പ് കുറവാണ് എന്ന് തോന്നിയിട്ടുണ്ട്, ഉപ്പ് കുരുമുളക് കുറവാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടൊന്ന് നന്നായി ഇളക്കി കുറുക്കി വെക്കാം. നല്ലപോലെ കുറുകാൻ വേണ്ട, നമ്മുടെ അതിലൊരു കാൽഭാഗം ഉള്ളതിൽ നിന്നൊരു കാൽഭാഗത്തോളം വരുന്ന ഭാഗത്തിലൊന്ന് കുറുക്കിയെടുക്കുക. കാരണം ഇതിന് വീണ്ടും കുറുകും. ഇനി അടുത്തത് നമ്മൾ 1-ാം പാലാണ് ഒഴിക്കുന്നത്. ഇനി ഇത് കുറുകി വന്ന് കഴിഞ്ഞിട്ട് ഇനി 1-ാം പാൽ അതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി നന്നായി ഇളക്കുക. ഇനി 1-ാം പാലും ഒഴിച്ച് കഴിഞ്ഞ് തിളച്ച് വരുന്ന സമയത്ത് ബാക്കിയുള്ള ചെറുനാരങ്ങ നീര് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. അതിലേക്ക് കറിവേപ്പില ഇതുപോലെ ചിക്കി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് അതിലേക്ക് ഇടാം. ഇത് ഇത്രയേ ഉള്ളൂ, കറി റെഡിയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. കണ്ടോ, ഇതാണ് ചിക്കൻ മോളി. ചിക്കൻ മോളി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.